ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ 12th എപ്പിസോഡാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. അതെൻ്റെ ചാനലിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും. പിന്നെ താങ്ക് യു ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. എനിക്ക് അങ്ങനെ 200 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരാരാണെന്ന് കാണിച്ചു തരാം. 1 അരക്കലൊബിത്തോ, 2 മനോജ് CC, 3 കാസോക്കൻ. നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ വീഡിയോയിൽ ഇതുപോലെ വരണമെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹായ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ 3 പേരെ ഞാൻ ഇതുപോലെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന ആസ്തയാണ്. ആസ്ത ആ കള്ളൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടി 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 കുറേ ദൂരം പോകുന്നുണ്ട്. കൂടെ സീക്ക് ആണെങ്കിൽ മാജിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബൈക്ക് ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് കയറിയിട്ടാണെങ്കിൽ ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടെ ആസ്തയാണെങ്കിൽ തലയിടിച്ച് വീണിട്ടൊക്കെ ആണ് ഓടി വരുന്നത്. ആസ്തയാണെങ്കിൽ വീടിൻ്റെ മണ്ടൊക്കെ ഓടിച്ചാടി വലിഞ്ഞു കയറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ആ കള്ളൻ വിചാരിക്കും ഇവനൊന്നും ഒരു അന്ത്യം ഇല്ലടേ എന്നൊക്കെ ചിന്തിക്കും. അവസാനം ആസ്ത ചിന്തിക്കും, ഓ ഇവനെ ഇങ്ങനെ ഓടിച്ചിട്ട് കാര്യമില്ല, അവൻ്റെ ആ ക്ലൗഡ് തകർക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സോഡ് എടുത്തിട്ട് വെട്ടും. എന്നിട്ട് ചാടി വന്നിട്ട് വെട്ടാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ മാറി ഓടിക്കളയും. പെട്ടെന്ന് ബഹാന്നും പറഞ്ഞിട്ട് സീക്ക് ഓടി വന്നിട്ട് അവനെ ഇടിച്ചിടും. എന്നിട്ടാണെങ്കിൽ അവനിപ്പോൾ താഴ്ത്തി കിടക്കുന്ന ടൈമിൽ തന്നെ സീക്കിനെ ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ട് കുത്തും. അങ്ങനെ സീക്കിൻ്റെ കാല് ഫുള്ള് പോയിസൺ അടിക്കും. എന്നിട്ടാണെങ്കിൽ സീക്ക് അവിടെ തലകറങ്ങി വീഴും. എന്നിട്ട് ചിന്തിക്കും, അയ്യോ ഞാൻ മരിക്കാൻ പോവുകയാണോ, ഇതാണോ എൻ്റെ അവസാനം, ഇങ്ങനെയാണോ ഞാൻ മരിക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കും. ഒരു ആസ്തയാണെങ്കിൽ കൈ വെച്ചിട്ട് ഒറ്റ ഒരടിയങ്ങ് കൊടുക്കും. ആ അടിയിലാണെങ്കിൽ സീക്കിൻ്റെ കണ്ണൊക്കെ ബൾബ് പോലെ തിളങ്ങും. ഇതിൻ്റെ ഇടയ്ക്ക് വെനീസ വന്നിട്ട് ആ സീക്കിന് മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് പറയും, എടാ ഇന്ന് ഇതിൻ്റെ കൊല്ലത്തൊന്നും ഇല്ലടാന്ന്. ശേഷം ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് സീക്കിനാണ്. സീക്ക് കള്ളനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആസ്റ്റൊക്കെ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഈ വെനീസ് ചിന്തിക്കും, ഈ കൊച്ചെറുക്കൻ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാ, പക്ഷെ ഉള്ളിൽ എന്തോ നല്ല പവർഫുള്ളാണ് ഇവനെന്ന് ചിന്തിക്കും. അങ്ങനെ അവരാ മുത്തശ്ശിക്കും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് ആ മുത്തശ്ശി ചിന്തിക്കുകയാണ്, ഇത് എന്ത് തരം മാജിക്കാണ് ആസ്ത ചെയ്തത്, ആ ചെറുക്കൻ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരുമാതിരിത്തെ ഒരു മഞ്ഞ കളറിലെ സ്പാർക്സ് ഒക്കെ വന്നിട്ട് രൂപം മാറിയിട്ട് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു സുന്ദരനായിട്ടുള്ള ഒരാണിൻ്റെ മുഖമാണ്. അപ്പോൾ അയാളുടെ ഫ്രണ്ടിൽ ഒരു പോർട്ടൽ പോലത്തെ ഒരു കോൾ ഓൺ ആകും. അതായത് ആ ഒരു വിസാർഡ് കിങ്ഡത്തിലുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെയാണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോർട്ടലിലൂടെ വന്ന ആ ഒരു പെണ്ണ് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഇവിടെ ചെയ്യുന്നത് വിസാർഡ് കിങ്? അതെ, ഇതാണ് വിസാർഡ് കിങ് ജൂലിയസ് നൊവാക്രോണോ. ഇദ്ദേഹമാണ് 28ാമത്തെ വിസാർഡ് കിങ്. അപ്പോൾ വിസാർഡ് കിങ് പറയും, ഞാനെന്താ ചെയ്യുന്നതെന്നോ, ഞാൻ ഇവിടെയൊക്കെ ചുമ്മാ ജസ്റ്റ് പുതിയ മാജിക്കൊക്കെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കുവാണ്. അപ്പോൾ ആ പെണ്ണ് പറയും, എന്ത്, നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യേണ്ട ആളാണോ, നിങ്ങൾ വലിയ ആളല്ലേ, നിങ്ങളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. കാരണം വേറൊന്നുമില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഒരു ഫൈറ്റ് ഉണ്ടാകുന്നതെന്ന്. ചിലപ്പോൾ ആ ഫൈറ്റ് നമ്മുടെ അവസാന ഫൈറ്റ് വരെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയും, നിങ്ങൾ ശരിക്കും മാജിക്കിൽ അഡിക്റ്റ് ആണല്ലോ എന്ന് പറയും. അപ്പോൾ വിസാർഡ് കിങ് പറയും, നിങ്ങളിപ്പം മിണ്ടാതിരിക്കും മാർക്സ്. ഇതേ ടൈമിലാണെങ്കിൽ മുകളിൽ കുറേ പേര് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ വിസാർഡ് കിങ് ചിന്തിക്കും, ഓ ഇത് ആ വില്യം സ്ക്വാഡിലുള്ള പുതിയ ചെറുക്കനല്ലേ, അത് വേറെ ആരുമല്ല, അത് യൂണോ ആണ്. അപ്പോൾ വിസാർഡ് കിങ് പറയും, ഓ ഞാനിപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വാനിഷ് ആയി കളയും. ശേഷം കാണിക്കുന്നത് ഗോൾഡൻ ഡോൺ സ്ക്വാഡിനെയാണ്. അവിടെ യൂണോയും ഉണ്ട്, പിന്നെ ക്ലോസ് ലോണറ്റ്സ് ഉണ്ട്. ഇയാളെ ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു എപ്പിസോഡിനകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മിമോസ വെർമില്യൻ എന്ന് പറയുന്ന വേറൊരു കാൻഡിഡേറ്റും ഉണ്ട്. ശേഷം ഇതിൻ്റെ പുറകിലാണെങ്കിൽ ഒരു പെണ്ണുണ്ട്. പെണ്ണല്ല, ചെറുക്കനാണ്. ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ ഇത് ഒരു പെണ്ണാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ ഇതൊരാണാണ്. ഇവൻ്റെ പേര് സാലിം ഡെ ഹാപ്ഷസ് എന്നാണ്. ഹാപ്ഷസ് എന്ന് പറയുന്ന വളരെയധികം ലോയലായിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ഇവൻ വരുന്നത്. ശേഷം കാണിക്കുന്നത് ഇതിനു മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു സ്ക്വാഡിൻ്റെ ക്യാപ്റ്റനില്ലേ, വില്യം എന്ന പേരുള്ള, അതെ ആ ക്യാപ്റ്റൻ ആണ് കാണിക്കുന്നത്. ആ ക്യാപ്റ്റനും പിന്നീട് ഈ ക്ലോസ് ലൂണറ്റ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അതായത് ക്ലോസ് ചോദിക്കും, എന്തിനാണ് നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ എസ്കോർട്ടായിട്ട് പോകുന്നതെന്ന്. ഇവരെന്ന് ഉദ്ദേശിച്ചത് സാലിമിനെയാണ്. അതായത് ഇവർ സാലിമിന് എസ്കോർട്ടായിട്ട് പോവുകയാണ് ഇങ്ങോട്ടോ, ആ സ്ഥലം ഇപ്പോൾ പറയാം. അപ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ്, നമുക്കൊരിക്കലും ഇത്രയും വലിയൊരു ജോബിനെ ഡിക്ലൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സാലിമിൻ്റെ അച്ഛൻ
നമുക്ക് വേണ്ടിയിട്ട് കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരിക്കലും ഡിക്ലൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. നിൻ്റെ കൂടെ മിമോസേനെയും പിന്നെ ആ പുതിയ റിക്രൂട്ടിനെയും കൂടി കൊണ്ടുപോക്കുമെന്ന് പറയും. പിന്നെ ഇവർ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് കിങ്ഡമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, സാലിം യൂണോയുമായിട്ട് തോറ്റത് ഫൈനൽ എൻട്രൻസ് എക്സാമിൽ. പിന്നെന്തിനാണ് ഇവന് വേണ്ടിയിട്ട് യൂണോ വെറുതെ ബോഡി ഗാർഡാകുന്നത് എന്നെല്ലാം ക്ലോസ് ചിന്തിക്കുകയാണ്. അപ്പം മിമോസ പറയും, എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു, എൻ്റെ ഫസ്റ്റ് മിഷനാണെന്നൊക്കെ പറയും. ശേഷം സാലിം ചോദിക്കും, യൂണോ എന്തൊക്കെയുണ്ട് വിശേഷം, കുറേ നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അങ്ങനെ അവർ തമ്മിൽ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യൂണോൻ്റെ അടുത്ത് ചോദിക്കും, യൂണോ നിൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ യൂണോ പറയും ഹേജ് വില്ലേജ് ആണെന്ന്. അപ്പോൾ ഇവൻ ചോദിക്കും, എന്ത്, നീ ഇത്രയും പവർഫുള്ളായിട്ടും അത്രയ്ക്ക് പൊട്ട ഗ്രാമത്തിലാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും എന്ന് പറയും, അത് ശരി, അന്ന് എനിക്ക് ആ സ്ഥലത്തോട്ടൊക്കെ പോകണമെന്ന് പറയും. പെട്ടെന്ന് അവിടെ കുറേ ഇരുണ്ട മേഘങ്ങൾ വരുന്നു. അതെ, ഇവിടെ എന്തോ പ്രശ്നം നടക്കാൻ പോവുകയാണ്. ആസ്ത എന്നിട്ട് പെട്ടെന്ന് മുകളിലോട്ടേക്ക് പറന്നു പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ കുറേ ഫയർ ബോൾസ് വരും. അതെ, ഇതെന്തോ ഒരു മാജിക്കൽ ടെക്നിക്കാണ്. പെട്ടെന്ന് ആ യൂണോ പേടിച്ചു പോകും. എന്നിട്ട് അവൻ അവിടെ നിന്നെല്ലാം ഡോഡ്ജ് ചെയ്ത് മാറും. ശേഷം കാണിക്കുന്ന ഒരാളെയാണ്. അതെ, ആ ഇരുട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവിടെ ഒരാളല്ല, കുറേ ആൾക്കാരുണ്ട്. യൂണോ പെട്ടെന്ന് അവൻ്റെ മാജിക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് യൂസ് ചെയ്തിട്ട് അവരെ തടയാൻ ശ്രമിക്കും. അപ്പോൾ വേറൊരുത്തൻ പുറകിൽ നിന്നും ഐസിൻ്റെ ഒരു മാജിക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതും ഇവൻ തടയും യൂണോ. അങ്ങനെ പെട്ടെന്ന് യൂണോ താഴത്തോട്ടേക്ക് തെറിച്ച് വീഴാൻ പോകും. അങ്ങനെ താഴ്ത്ത് വീഴുന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ അവൻ്റെ ഗ്രിമോയർ എടുക്കും. ഗ്രിമോയർ എടുത്തിട്ട് വീണ്ടും ഒരു പക്ഷീനെ ഉണ്ടാക്കും മാജിക്ക് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ആ പക്ഷീനെ യൂസ് ചെയ്തിട്ട് അവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യും. അതിലൊരാളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല ക്ലോസ് അത് ശ്രദ്ധിച്ച് നോക്കും. ശേഷം അവിടെയുള്ള എല്ലാ പുകയും എല്ലാം മാഞ്ഞു പോകും. ആ ഒരു ഒപ്പോണൻസ് ഉൾപ്പെടെ മാഞ്ഞു പോകും. ശേഷം അവർ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് താഴ്ത്ത് മരങ്ങളുടെ ഇടയ്ക്ക് വന്ന് ഇരിക്കുകയാണ്. അതൊരു വലിയൊരു കാടാണ്. അവിടെയും വെച്ചിട്ട് ഈ സാലിമുമായിട്ട് യൂണോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സാലിം പറയും, എനിക്ക് നിൻ്റെ സ്ഥലത്തോട്ടൊക്കെ പോകണം, അതെ ആ ഹേജ് വില്ലേജിലേക്ക്, എനിക്ക് അവിടെയുള്ള എല്ലാം കാണണം എന്നൊക്കെ പറയും. അപ്പോൾ ക്ലോസ് പറയും, വേണ്ട, നമുക്കിപ്പോൾ ഈ ഒരു മിഷൻ ഫുള്ള് തീർത്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ സാലിം സമ്മതിക്കത്തില്ല, ഇല്ല, ഞാൻ അങ്ങോട്ട് പോകും, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, വേണ്ടെങ്കിൽ വരണ്ട. അങ്ങനെ അവർ അവരുടെ യാത്ര ആരംഭിച്ചു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സാലിം ചോദിക്കും, ഇതാണല്ലേ ആ ഡീമൻ്റെ സ്കള്ളെന്ന്. അപ്പോൾ യൂണോ പറയും, അതെ, പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നതാണ് ആദ്യത്തെ വിസാർഡ് കിങ്. അപ്പോൾ സാലിം ചോദിക്കും, പിന്നെ ആ ചർച്ച് എവിടെയെന്ന്. ചർച്ച് ദേ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവർ ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആണെങ്കിൽ ആ സിസ്റ്റർ നടന്നു വരികയാണ്. സിസ്റ്ററാണെങ്കിൽ യൂണോനെ കണ്ടിട്ട്, യൂണോ നീ തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവരുമായിട്ടൊക്കെ കുറേ പരിചയപ്പെടുകയൊക്കെ ചെയ്യും. ശേഷം സാലിമും അവരുമായിട്ട് പരിചയപ്പെടാനൊക്കെ വരും. പക്ഷേ ഇവൻ്റെ സ്റ്റൈല് വേറെ ആയതുകൊണ്ട് ഒരിടിയൊക്കെ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. അതിനുശേഷം കുറേ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ആ ചർച്ചിൽ, അവരും പിന്നെ ഫാദറൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. ഫാദറാണെങ്കിൽ ഓടി വരുമ്പോഴത്തേക്കും യൂണോ മാറിക്കളയും. ഫാദർ ഇതേ നടക്കുന്നു താഴ്ത്ത്, അങ്ങനെ പറന്നു പോകും. അപ്പോൾ ആ പിള്ളേർ ചോദിക്കും, യൂണോ നീ ആകെ വളർന്നു പോയല്ലോ, നീ ശരിക്കും വലിയൊരാളായെന്ന് പറയുവേ. അപ്പോൾ വേറെ രണ്ട് പിള്ളേർ പറയും, ആസ്ത എവിടെ, നിങ്ങളിപ്പോഴും ആസ്തേനെ കാണാറൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ യൂണോ ആണെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഫാദർ പറയും, നീ അപ്പോൾ രാത്രിയും രാവിലെയും എല്ലാം ഉറക്കമൊളിച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. ഇതേ ടൈമിലാണെങ്കിൽ ക്ലോസ് പറയും, ഞങ്ങൾ നിർത്തുക, ഞങ്ങൾക്ക് പോകണം, ഞങ്ങളൊരു മിഷൻ്റെ ഇടയ്ക്ക് നിന്നാണ് വന്നത്, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ സാലിം പറയും, ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് 1 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും ക്ലോസ് പറയും, ഒരു പക്ഷേ ഇല്ല, നമുക്ക് ഇത്തിരി നേരം കൂടി ഇവിടെ നിൽക്കാമെന്ന് പറയും. അപ്പോൾ ഫാദർ പറയും, 1 മണിക്കൂറും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ സിസ്റ്ററും എല്ലാവരെയും അകത്ത് കയറ്റും. അങ്ങനെ എല്ലാവരും അകത്ത് കയറുമ്പോഴത്തേക്കും ആണെങ്കിൽ അപ്പോൾ ക്ലോസ് ചിന്തിക്കും, ഇതെന്ത് വൃത്തികെട്ട ചർച്ചാണ്, ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ വരണമായിരുന്നു എന്ന്.